നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല ലയർഫഉ അദ്ദറജത ലിൽ അബ്ദി സ്സാലിഹി ഫിൽ ജന്നah. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല സാലിഹായ ഒരാൾക്ക് സ്വർഗ്ഗത്തിൽ ധാരാളം പദവികൾ ഉയർത്തിക്കൊടുക്കും. അപ്പോൾ അയാൾ ചോദിക്കും, യാ റബ്ബി അന്ന ലി ഹാദി, അല്ലാഹുവേ എനിക്കെങ്ങനെയാണ് ഇത്ര വലിയ പദവി കിട്ടിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അയാളോട് പറയപ്പെടും, ബിസ്തിഗ്ഫാരി വലദിക ലക, നിന്റെ മക്കൾ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടിയതുകൊണ്ടാണ്, അവർ നിനക്ക് വേണ്ടി പാപമോചനം ചോദിച്ചതുകൊണ്ടാണ്, എന്റെ വാപ്പാക്ക് പുറത്തു കൊടുക്കണേ, എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചതുകൊണ്ടാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന മക്കളെ ബാക്കി വെക്കുക, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ ബാക്കി വെക്കുക. പ്രത്യേകം നമ്മൾ കുടുംബ ബന്ധത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളിൽ ഒരു വലിയ പാഠം ഇതിലുണ്ട്. വിഷയവുമായി ബന്ധമില്ലെങ്കിൽ കൂടി ഞാനത് ഓർമ്മപ്പെടുത്തട്ടെ. നമ്മുടെ മക്കൾ, അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ഭാര്യമാർ, അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറാൻ ശ്രദ്ധിക്കുക. കാരണം നാം മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന രണ്ട് വിഭാഗം ഇവരാണ്. ഒന്ന് നമ്മുടെ ഭാര്യമാരാണ്, രണ്ട് നമ്മുടെ മക്കളാണ്. അവർക്കു വേണ്ടി അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുക. കാരണം നീ മരിച്ചു കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധ്യതയുള്ള രണ്ടാളുകൾ ഇവരാണ്. പൊതുവെ ഒരു മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടാവുക, അയാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളെ കുറിച്ച് ഓർക്കുന്നത് ഈ രണ്ടാൾക്കാരായിരിക്കും. ഒന്നല്ലെങ്കിൽ ഭാര്യ, അല്ലെങ്കിൽ മക്കള്. ഈ രണ്ടാളുകളോടും ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുക. കാരണം നീ മരിച്ചു കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവരാണ് അവർ. പല ആളുകളും ഭാര്യമാരോടുള്ള ദുൽമ്, ഭാര്യമാരോടുള്ള അതിക്രമത്തിന്റെ കാര്യത്തിൽ തീരെ ശ്രദ്ധ കാണിക്കുന്നില്ല. അവർ ധരിക്കുന്നത് അവൾ എന്റെ കീഴിലുള്ളയാളാണ്, അവൾ എന്നെ അനുസരിക്കണം, അവൾ എന്നെ. നീ മരിച്ചു കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവളാണ് അവൾ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ ഭാര്യമാരുമായുള്ള ബന്ധത്തിൽ പറഞ്ഞ ആയത്ത് രണ്ട് വാക്കേ ഉള്ളൂ, ഏറ്റവും അർത്ഥവത്തായ രണ്ട് വാക്ക്. വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ അവരോട് നല്ല രൂപത്തിൽ പെരുമാറുക. എന്തെല്ലാം നല്ലതാണോ അതൊക്കെ നീ അവരോട് പെരുമാറ്റത്തിൽ ഉപയോഗിക്കണം. അതാണ് അതിന്റെ അർത്ഥം. വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് നല്ല രൂപത്തിൽ പെരുമാറുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നിന്റെ നാട്ടിൽ നല്ലത് എന്ന് നീ പറയാവുന്ന എന്തെല്ലാം കാര്യമുണ്ടോ അതൊക്കെ നിന്റെ ഭാര്യയ്ക്ക് നീ കൊടുക്കണം. അങ്ങനെ നീ നിന്റെ ഭാര്യയോട് പെരുമാറണം. അത് ഈ പറഞ്ഞ രൂപത്തിൽ നമുക്ക് നാളെ ഉപകാരപ്പെടാനുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് സുബ്ഹാനല്ലാഹ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്ന് ഭാര്യയും മക്കളുമായുള്ള ബന്ധമാണ്. കാരണം അതിൽ നമുക്ക് തകർച്ച വന്നു കഴിഞ്ഞാൽ ധാരാളം മവാലിമുകൾ, ധാരാളം അതിക്രമങ്ങൾ നമ്മുടെ മുതുകിൽ പേറിക്കൊണ്ടായിരിക്കും നമ്മൾ പോവുക. കാരണം ഭാര്യ എന്നാൽ നമ്മളോടൊപ്പം ജീവിക്കുന്നവളാണ്. നമ്മുടെ ഓരോ പെരുമാറ്റങ്ങളും നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടാനുള്ളതാണ്. അതിലെ മവാലിമുകൾ, അതിലുണ്ടാകുന്ന അതിക്രമങ്ങൾ പലതും നമ്മൾ ചിലപ്പോൾ അവളോട് മാപ്പ് ചോദിച്ചു കൊള്ളണമെന്നില്ല. മക്കൾ, അതുകൊണ്ട് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. അവരുമായുള്ള ബന്ധങ്ങളിൽ ദുൽമുണ്ടാകരുത്, അതിക്രമമുണ്ടാകരുത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അതിക്രമങ്ങൾ 3 രൂപത്തിലുണ്ട്. ഒന്ന്, ഒരാൾ സ്വന്തത്തോട് ചെയ്യുന്നത്, അത് അള്ളാഹു നിനക്ക് പുറത്തു തന്നേക്കാം അവൻ ഉദ്ദേശിച്ചാൽ. 2, ഒരാൾ മറ്റൊരാളോട് ചെയ്യുന്ന അതിക്രമം, അത് അയാൾ പുറത്തു നൽകാതെ അള്ളാഹു ഒരിക്കലും നിനക്ക് വിട്ടുതരികയില്ല. പരലോകമാകട്ടെ, അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താണ് മനുഷ്യന്റെ അവസ്ഥ? യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി. പരലോകത്ത് മനുഷ്യർ അവന്റെ വാപ്പയെ ഇട്ടേച്ചു പോകും, ഉമ്മയെ ഇട്ടേച്ചു പോകും, മക്കളെ ഇട്ടേച്ചു പോകും, സഹോദരനെ ഇട്ടേച്ചു പോകും. അതുകൊണ്ട് ദുനിയാവിൽ തീർക്കേണ്ടത് ദുനിയാവിൽ തീർക്കുക. അതുകൊണ്ട് സഹോദര, ഈ 2 വിഭാഗം, പ്രത്യേകിച്ച് പുരുഷന്മാരോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, നമ്മുടെ ദാമ്പത്യ ബന്ധം ഏറ്റവും ശരിയാക്കണം. ഇല്ലെങ്കിൽ ധാരാളം മവാലിമുകൾ, ധാരാളം അതിക്രമങ്ങൾ ഏടുകളിൽ എഴുതി വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ മരിച്ചു പോവുക. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു പണ്ഡിതനെ കുറിച്ച് ഒരിക്കൽ പറയപ്പെട്ട ഒരു സംഭവം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹം ഒരിക്കൽ ഒരു ദർസിലേക്ക് വന്നു, ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ ചെറിയ കുട്ടി മുന്നിൽ വന്നു പെട്ടു.
അപ്പൊ പെട്ടെന്ന് മുന്നിലേക്ക് ചാടിയത് കൊണ്ട് അദ്ദേഹത്തിന്റെ കാല് ആ കുട്ടിയുടെ മേൽ തട്ടി. അദ്ദേഹം ആ കുട്ടിയുടെ അടുക്കലിരുന്ന്, നീ എനിക്ക് പുറത്തു തരണം, എനിക്കറിയാതെ പറ്റിയതാണ്, എന്റെ അടുക്കൽ സംഭവിച്ച അബദ്ധമാണ് എന്ന് ആ കുട്ടിയുടെ അടുക്കൽ നിന്ന് മാപ്പ് സ്വന്തം മകന്റെ അടുക്കൽ നിന്ന് മാപ്പ് വാങ്ങിച്ചതിന് ശേഷമാണ് അയാൾ മറ്റു കാര്യങ്ങളിലേക്ക് തിരിഞ്ഞത്. പല ആളുകളും മക്കളോട് ചെയ്യുന്ന ദുൽമുകളിൽ മാപ്പ് ചോദിക്കുക എന്ന ഒരു കാര്യമേ ഇല്ല. അവർ എന്ത് നമ്മുടെ ദുൽമാണെങ്കിൽ സഹിക്കണം എന്ന രൂപത്തിൽ പെരുമാറുന്ന ആളുകളുണ്ട്. ഒരിക്കലും പാടില്ല. മക്കളാണെങ്കിലും നാളെ മക്കളോടുള്ള ബാധ്യതകളുണ്ട്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കുടുംബവുമായുള്ള ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന തെറ്റുകൾ അത് പൊറുക്കാൻ നിസ്കാരവും നോമ്പും അംറും ബിൽ മഅറൂഫും നഹ്യും അനിൽ മുൻകറും വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞത്. നിസ്കാരം, നോമ്പ്, അതുപോലെ തന്നെ സദഖ, അംറും ബിൽ മഅറൂഫ് നഹ്യ് അനിൽ മുൻകർ, ഈ 4 കാര്യങ്ങൾ അത് നമ്മുടെ ഇത്തരം ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അള്ളാഹു പുറത്തു നൽകാൻ കാരണമാക്കുന്ന കാര്യങ്ങളാണ്. സഹോദര, സ്വർഗത്തിന്റെ ഉന്നതികൾ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിന്റെ മക്കളോട് നീ നല്ല രൂപത്തിൽ പെരുമാറുക. അവരെ നിനക്ക് ഇസ്തിഗ്ഫാർ തേടുന്ന ഒരു വിഭാഗമാക്കി നീ മാറ്റിവെക്കുക. ആലോചിച്ചു, ഒരാൾ 10 മക്കളുണ്ട് വിചാരിക്കുക. അയാൾ 80 വയസ്സിൽ മരിച്ചു. മിക്ക മക്കളും 20ഓ 30ഓ വയസ്സിലുള്ള ആളുകളാണെന്ന് വിചാരിക്കുക. അവർ ഒരു 20 കൊല്ലം ജീവിച്ചാൽ 20 കൊല്ലം അയാൾ മരിച്ചതിന് ശേഷം അയാൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്ന 10 മക്കളുണ്ട്. എന്തു വലിയ നേട്ടമാണ്. ഒരു മകനുണ്ട് എന്ന് വിചാരിക്കുക. 20 കൊല്ലം അയാൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടുന്ന ഒരു മകനെ അയാൾ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര വലിയ സമ്പാദ്യം ബാക്കി വെച്ചുകൊണ്ടാണ് അയാൾ പോയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ മക്കളോടുള്ള പെരുമാറ്റം നാം ഈ തരത്തിൽ ശ്രദ്ധിക്കണം. പല ആളുകളും ഈ ഹദീസ് പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ടില്ലേ, നീ നന്നായിട്ടില്ലെങ്കിൽ എന്താ ചെയ്യാ എന്നൊക്കെ പറഞ്ഞ് ചൂടാവണേ. ഇതിൽ യഥാർത്ഥത്തിൽ പിതാവിനോടുള്ള ഉപദേശമാണ് ഈ ഹദീസ് ഉൾക്കൊള്ളുന്നത്. മക്കളോടുള്ള ഉപദേശം പോലെ തന്നെ പിതാവിനോടുള്ള ഉപദേശം ഈ ഹദീസിലുണ്ട്. ഒരു മനുഷ്യൻ നല്ല മക്കളെ വിട്ടേച്ചു പോയാൽ അയാൾക്ക് പദവികൾ ധാരാളം ഉയർത്തപ്പെടും. കാരണം നമ്മുടെ മക്കളാണ് അടുത്ത സമൂഹം, അടുത്ത തലമുറ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്.